വി എസ് രഞ്ജിത്ത് തന്നെയാണ് നമുക്കൊപ്പം തുടരുന്നത്. നമ്മുടെ അർജുൻ്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടമ മനാഫിനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെ പരാതി. അതായത് ഈ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകളിലെ അപകീർത്തിപരമായ പരാമർശം അന്വേഷിക്കണമെന്നായിരുന്നു കുടുംബം പരാതി നൽകിയത്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ കുടുംബം ഇപ്പോൾ പറഞ്ഞത് അവർ ഒരു മൊഴിയും മനാഫിനെതിരെ കൊടുത്തിട്ടില്ല. മനാഫിനെതിരെ വ്യക്തിപരമായി അവർക്ക് പരാതിയുമില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല യൂട്യൂബ് ചാനലിലും അപകീർത്തിപരമായി ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി ഇനിയിപ്പോൾ പ്രതിപട്ടികയിൽ നിന്ന് മനാഫ് ഒഴിവാകും അല്ലേ? തീർച്ചയായിട്ടും മനാഫ് അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നോ മനാഫ് സൈബർ ആക്രമണം നടത്തിയെന്ന പേരിൽ ഒരു പരാതി അർജുൻ്റെ കുടുംബം നടത്തിയിട്ടില്ല. അർജുൻ്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം സൈബർ ആക്രമണം ശക്തമായിരുന്നു. പ്രത്യേകിച്ച് അർജുൻ്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിൽ അതിലെ മനാഫിൻ്റെ പ്രതികരണത്തിനിടയിലൊക്കെ മനാഫിന് അനുകൂലിച്ചും അർജുൻ്റെ കുടുംബത്തിനെതിരെയും അർജുൻ്റെ ഭാര്യയെ, അർജുൻ്റെ സഹോദരനെയൊക്കെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടുള്ള നിരന്തരമായ ആക്രമണം ഉണ്ടായിരുന്നു. ഈ ആക്രമണം പരിധി വിട്ടപ്പോഴാണ് അർജുൻ്റെ കുടുംബം പരാതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ പരാതിയിൽ മനാഫ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല. മനാഫിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ അതിനൊരു കാരണമായി. ആ യൂട്യൂബ് ചാനലിൽ വരുന്ന കമൻറ്റുകളും ഈ കുടുംബത്തിനെതിരാണ് എന്നുള്ളതായിരുന്നു പരാമർശം. പക്ഷേ ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ പോലീസ് അതിന് എടുത്ത റെസ്പോൺസ് എന്ന് പറയുന്നത് മനാഫിനെതിരെ കേസെടുക്കുക എന്നുള്ളതായിരുന്നു. അത് വീണ്ടും ഈ അർജുൻ്റെ കുടുംബത്തിന് എതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാക്കുന്ന തരത്തിലാണ്. കാരണം അവരുടെ പരാതിയിൽ മനാഫിനെതിരെ ഇപ്പോൾ പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് വലിയ തോതിൽ ഈ മനാഫിൻ്റെ ഫാൻ ബേസിലൊക്കെ ഉണ്ടാക്കാവുന്ന പ്രതികരണങ്ങളാണ്. ഇന്നിപ്പോൾ പോലീസ് അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ അത്തരത്തിൽ സൈബർ അധിക്ഷേപങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് കേസെടുത്തത് എന്നാണ് പോലീസ് ഇന്നലെ വിശദീകരിച്ചത്. ഇന്നിപ്പോൾ ആ പരിശോധനയിൽ അത്തരത്തിൽ സൈബർ ആക്രമണം മനാഫിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ മനാഫിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്ന് പ്രതിപട്ടികയിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വി എസ് രഞ്ജിത്ത്, യഥാർത്ഥത്തിൽ ഒരു അനാവശ്യമായ വിവാദമായി പോയി അല്ലേ അത്? ഇരുകൂട്ടരും ആ കാര്യത്തിൽ വ്യക്തിപരമായി പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ പിന്നീട് വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നു. തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ഒരു ആശങ്ക നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുപാട് പേര് ഈ മനാഫിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എന്ന വ്യാജേന ഈ കുടുംബത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. മനാഫ് പക്ഷേ അവരെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ വളരെ നിർഭാഗ്യകരമായി പോയല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല മാതൃകകളായി കേരളത്തിലെ സമൂഹം, കേരളത്തിൽ മാത്രമല്ല കർണാടകയിലൊക്കെയുള്ള നമ്മുടെ പുറത്തുള്ള സംസ്ഥാനത്തുള്ള ആളുകൾ, നമ്മുടെ പ്രവാസി മലയാളികളൊക്കെ കേരളത്തിലെ ഏറ്റവും നല്ല ഉദാത്തമായതാ ഇതാണ് ഞങ്ങളുടെ കേരളം എന്ന് പറഞ്ഞ അഭിമാനത്തോടു കൂടി നോക്കിക്കണ്ട ഒരു സംഭവമായിരുന്നു ഈ അർജുൻ്റെ കാണാതാവലും പിന്നീടുള്ള അന്വേഷണവും അതിനുശേഷം അർജുൻ്റെ കണ്ടുകിട്ടിയതുമൊക്കെ. ആ സംഭവ പരമ്പര 1072 ദിവസം കേരളം വളരെ അഭിമാനത്തോടു കൂടി ഒന്നിച്ചു നിന്നതാണ്. പക്ഷേ പിന്നീടുണ്ടായ വാർത്താ സമ്മേളനത്തോടു കൂടി അത് തകരുകയും ഈ ഒരു ഹാർമണി തകരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഏതായാലും അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഇനിയും അതിനുള്ള അവസരമുണ്ട്. കാരണം ആ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഒഴിവാക്കി വീണ്ടും ഒരു രമ്യതയിലേക്ക്, പഴയ ആ വിവാദങ്ങളുടെ ഇടക്കാലം ഒഴിവാക്കിക്കൊണ്ട് പഴയ 72 ദിവസത്തെ ആ രമ്യതയിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ടെന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും അതിനുള്ളൊരു അവസരം ഒരുങ്ങിയിട്ടുണ്ട്. ആ കുടുംബം കാണിച്ചതും മാതൃകാപരമായ ഒരു കാര്യമാണ്. മനാഫിനെതിരെ പരാതിയില്ല എന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ആ കുടുംബം പറഞ്ഞു. മനാഫിനെതിരെ മൊഴിയും ആ കുടുംബം നൽകിയിട്ടില്ല. മനാഫും ആ കുടുംബത്തിനെതിരെ ഒന്നും പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. ചില സംശയങ്ങളും ചില കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആശയവിനിമയത്തിലുണ്ടാകുന്ന ചില വ്യക്തതയും ഒക്കെയാണ് ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം. അത് പരസ്പരം ദൂരീകരിച്ച് തന്നെ പോകണം. മനുഷ്യർ സംസാരിക്കുക, തുടർന്ന് തന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവൂ. പലപ്പോഴും നമ്മൾ വൈകാരികമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇത് വർക്ക് ചെയ്യില്ല. ആ സമയത്ത് ആരെങ്കിലുമൊക്കെ പറയുന്നിട്ട് നമ്മൾ ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തിരിക്കും. ഈ കമൻ്റ് ഇടുന്ന മനുഷ്യർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ബോധ്യവും ഇല്ലാതെയായിട്ടാണ്.